പോരട്ടെ ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു രാമക്കൽമേട് മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ രാമക്കൽമേട് രാവിലെ ഒരു 7 മണിയാകുമ്പത്തിന് രാമക്കൽമേട് എത്തി. അപ്പോൾ ഫ്രഷ് ആവുന്നതിന് മുമ്പ് തന്നെ രാമക്കൽമേട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോട്ടാണ് നിങ്ങൾ കണ്ട്. ഫ്രഷ് അപ്പ് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ജീപ്പ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജീപ്പ് ട്രക്കിങ് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടാണ് ജീപ്പ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. ഓഫ് റോഡ് ട്രക്കിങ്ങാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മലയുടെ മുകളിലേക്ക് ജീപ്പിൽ കയറി പോവാണ്. നമ്മൾ മൊത്തം ഒരു 5 ജീപ്പിൽ ആളുകളുണ്ട് കേട്ടോ. സ്റ്റുഡൻസാണ്, കോളേജ് ട്രിപ്പാണ്. ട്രക്കിംഗ് ആവുമ്പോ അപ്പൊ അതിന്റെ എല്ലാ അഡ്വഞ്ചറും ഉണ്ടാവും അല്ലേ? ഇതന്നെ പോട്ടെ 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 ട്രക്കിംഗ് ആണ്. അപ്പൊ പോട്ടെ. വരി വരി അടുത്തൊരു വരി 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 വരി. പേടില്ല, ഇവിടെ പേടില്ല, ഇവിടെ പേടിക്കളൊന്നുമില്ല. നമ്മൾ ഉരുണ്ടിട്ടാ വരിക. പോട്ടെ പോട്ടെ ഇപ്പഴൊന്നുമില്ല. പോരട്ടെ ചെരിഞ്ഞു വരടാ, ചെരിഞ്ഞു വാ, ചെരിഞ്ഞു വാ. ഇത് സെറ്റായില്ലേ? ചെരിഞ്ഞു വാ, ചെരിഞ്ഞു വാ, ചെരിഞ്ഞിറങ്ങി, ചെരിഞ്ഞിറങ്ങി. പോരട്ടെ. എന്താണ് ഇത് വ്ളോഗാണ്, യൂട്യൂബിലുള്ളതാണ്. ആരാണ് വരുന്ന ആളാരാ? ജന്നെയാണ്. അന്നൊക്കെ കൊള്ളൂല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ. ഇങ്ങനെ പെരക്ക് പോവാ. സെമിറഞ്ഞോടെ ആളുണ്ടോ? കുറെ ആൾക്കാരുണ്ടോ? കുറച്ചും കൂടി ഉണ്ട്. സെറ്റല്ലേ? എല്ലാരും പോന്നില്ലേ? എല്ലാരും പോന്നില്ലേ? കേറിട്ടോ. കേറിയാലൊക്കെ അവിടെ ഉണ്ട്. യൂട്യൂബിലാണ് മനസ്സാ. പറഞ്ഞതില് റെക്കോർഡ് വിടും കേട്ടോ. ഒറ്റൊന്ന് മാത്രം. ആ റോഡ് ഒരു വണ്ടി പോലും ഇല്ലടാ. അതൊക്കെ
വെള്ളമ്മ കറുപ്പ് കയ്യൊക്കെ ഉണ്ടല്ലോ. ലൈഫിൽ ഒരുപാട് ട്രിപ്പൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം ട്രക്കിങ്, അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ ആൻഡ് ഇപ്പോൾ ഈവൻ ഗൈഡായാലും എല്ലാത്തിനും താങ്ക്സ് പറയാനുള്ളത് ലോറ ഹോളിഡേയ്സിനാണ്. എസ്പെഷ്യലി ഹാരിസ്ക നല്ല അടിപൊളിയായിട്ട് തന്നെ അഡ്വഞ്ചർ എന്നൊന്ന് പറഞ്ഞേ തുടങ്ങട്ടെ. ഇനി മുണ്ടല്ലി തുടങ്ങട്ടെ ഒന്നേ. ഓക്കെ പറയട്ടെ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അഡ്വഞ്ചർ ആയിരുന്നു. നമുക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ആയിരുന്നു. പിന്നെ ഓരോ വ്യൂ പോയിൻറ്റ്സിലും എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് ഒരു നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. താങ്ക് യു. ആമപ്പാറ. ഓക്കെ, ആമപ്പാറേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അടിപൊളിയായിരുന്നു. ഫസ്റ്റൊക്കെ കുറേ പേടിച്ച് കുടുങ്ങുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഇല്ല, എല്ലാവരും സപ്പോർട്ടിന് എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സെറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നു നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു അതും. താങ്ക് യു. അല്ലേ, അപ്പോൾ ജീപ്പ് ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബായിരുന്നു. ഞങ്ങളൊക്കെ ഫസ്റ്റ് ആയിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോങ്ങൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു, നല്ല എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ഒക്കെ ചെയ്യാം. നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ നമ്മളപ്പോൾ നിന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതെ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഏതൊരു പോയിന്റ് കാണിച്ചിട്ടുമ്പോൾ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റി. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ എല്ലാം പുട്ടിയൊക്കെ ഇട്ട് വന്ന് എന്നിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റ്സും അടിപൊളിയായിരുന്നു. ഇവള് ഫുള്ള് ഇനി അവിടുന്ന് കരഞ്ഞാലോ എന്ന് വരെ വിചാരിച്ചിരുന്നു. അതന്നെ, പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാമ്പാട്ടി പാമ്പുണ്ട്, ഏത് നിമിഷം കുത്തും. കണ്ടവര് മാറിക്കൊടുക്കൂ. നമ്മളെ മറ്റേ പാമ്പിനെ കണ്ടില്ലേ, കണ്ടവര് പോകും. അതിന്റെ അടുത്ത് പോകണ്ട. അത് പാറിന പാമ്പാട്ടോ, അതാ പാറിനു. പറന്നു പോണ പാമ്പാണ്, പച്ചടി പാമ്പാണ്. നീലപ്പാമ്പാ മാറ്റിട്ടാടി. എന്താണ് വഴിക്ക് പോയിക്കോട്ടെ, നിങ്ങളവിടെ നിക്ക്. പോട്ടെ. ബർത്ത്ഡേ ചെലവ് പോവലിട്ട് 500 വന്നാ ചെലവ് ചെയ്യുന്ന ആളുകളാട്ടോ, ചെലവിന്റെ ആളുകളാണ്. ആ പൈസ കൊടുത്തിട്ടില്ല വെച്ചാല് പ്രിൻസിപ്പൾ കൊടുക്കും അല്ലേ. 500 ചില്ലറല്ലേ ചേച്ചിയെ? 500 ചില്ലറല്ലേ? ചില്ലറുണ്ട്. കുപ്പ് വീഡിയോയിൽ വന്നിട്ടോ ഇനി കൊടുക്കാതിരിക്കുന്നതാ. 500 പുറത്തിറക്കി. ആഫിയത്ത് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ. ഇതുപോലെ കുറെ ചെലവുകളുള്ള പൈസ കൊടുക്കണേ. പഠിച്ചോട്ടെ. തന്മാരോ സോഡ സർവത്തും പൈനാപ്പിളും മാങ്ങയും ഇതുപോലെ കുറെ ചെലവ് കൊടുക്കാനുള്ള ക്യാഷ് ഉണ്ടാവട്ടെ അല്ലേ. ആമീൻ. റിസോർട്ടിലിട്ടോ റിസോർട്ടിലിട്ടോ. അവിടെ സൗണ്ട് ഉണ്ടാക്കടാ. കഴിവല്ലോ.
അയ്യോ ആഞ്ഞു പാട്ടിച്ചോ. രാമക്കൽമേട് മലമുഴക്കിൻ്റെ അടിയിലാണുള്ളത്. ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട്. മലമുഴക്കിൻ്റെ മുകളിൽ കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാർക്കിൽ കുറേ കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് സ്കൂളിലെ കുട്ടികളാണ്. നമ്മൾ ഗസ്റ്റ് കുറച്ച് ആൾക്കാർ ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ നേരെ ഇനി രാമക്കല്ല് കയറാൻ പോകണം. ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പോകണം. കുറവൻകുളത്തി സ്റ്റാച്ചുവിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. സൗണ്ട് സൗണ്ട് ഒന്നുകൂടി കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ കുറവൻകുളത്തി സ്റ്റാച്ചു കണ്ടു കഴിഞ്ഞിട്ട് ഈ പോകുന്നത് നേരെ രാമക്കല്ല് കയറാനാണ്. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, എന്നാലും രാമക്കല്ല് കയറാൻ റെഡി ആയിട്ടാണ് പോകുന്നത്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. മുത്തിലോറ വിളിക്കണ്ട്. മുത്തിലോറ വിളിക്കണ്ട് കേട്ടോ. എല്ലാരും കിട്ടുമെന്നറിയില്ല കേട്ടോ. നോക്കി നോക്കാം. 1 2 3 സ്റ്റാർട്ട്. ഫോണല്ലേ? വീഡിയോയിലല്ല രസിക്കാം.